കഴിഞ്ഞ കളിയിൽ നമ്മൾ വിജയിക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു കാരണത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, എന്തായാലും JLN എന്നാണ് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. എന്തായാലും ആ ഒരു ഷോർട്ട് ഫോമിൽ തന്നെ നമുക്കൊരു കോംബോയും കിട്ടി. അതായത് ജീസസ് ലൂണ നോവ JLN കോംബോ. സോ ഈ ഒരു കോംബോയിൽ നമ്മൾ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സീസൺ, അതായത് ISL സീസൺ തുടങ്ങിയതിന് ശേഷം ഇവർക്ക് 3 പേർ കൂടി ഒരുമിച്ച് കളിക്കാനേ സാധിച്ചില്ല. ഡ്യൂറൻഡ് കപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഹീസസ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ടായപ്പോൾ അഡ്രിയാനോണിക്ക് തുടക്കത്തിൽ പരിക്ക്, അത് കഴിഞ്ഞ് നോവയ്ക്ക് ചെറിയൊരു പരിക്ക് പറ്റി. സോ ഇവർക്ക് ഒരുമിച്ച് കളിക്കാൻ അങ്ങനെ സാധിച്ചില്ല. ഇവർ പ്രോപ്പറായിട്ട് ഫുൾ ടൈം ഒരുമിച്ച് കളിച്ചൊരു ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു ചെന്നൈയിൻ FC മാച്ചായിരുന്നു. സോ ഒരു മാച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽ പെർഫോമൻസാണ് ഇവർ 3 പേരോട് ഒരുമിച്ച് കളിച്ചപ്പോൾ ഉണ്ടായത്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഇഞ്ചുറി പറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ പറയണ്ടായല്ലോ, നമ്മൾ ആ ഒരു പഴയ ലെവലിലേക്ക് തിരിച്ചു പോകും. ഒരാൾക്കെങ്കിലും ഇഞ്ചുറി പറ്റിയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. സോ ഈ ഒരു സീസൺ അവസാനിക്കുന്നിടം വരെ ഇവർ 3 പേരും ഒരുമിച്ച് കളിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇവർ 3 പേരും ഒരുമിച്ച് കളിച്ചാൽ. ഇല്ലെങ്കിൽ നമ്മുടെ ഒരു കോച്ച് എന്ന് പറയുന്നത് എക്സ്ട്രാ ഓർഡിനറി കോച്ചൊന്നുമല്ല പുള്ളി, മിഗേൽ സ്റ്റാർ. സോ അദ്ദേഹത്തിന് ഒരു ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ടീമിനെ വെച്ചുകൊണ്ട് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ISL ലെവലിൽ ഒരു എക്സലൻറ്റ് ടീം ഉണ്ടെങ്കിൽ അത് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ടീം നോക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഫോറിൻ പ്ലേസിൻ്റെ, അതായത് അറ്റാക്കിലുള്ള ഫോറിൻ പ്ലേസിൻ്റെ ആ ഒരു കരുത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു എക്സലൻ്റ് ആണ് എന്ന് തന്നെ പറയണം. സോ ഈ ഒരു ടീമിനെ വെച്ചിട്ട് മിഗേൽ സ്റ്റാറയ്ക്ക് കഴിഞ്ഞ കളി ചെയ്ത പോലെ ചെയ്യാൻ സാധിക്കും. സോ എന്തായാലും അടുത്ത കളിയിൽ നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കുന്നു. 28-ാം തീയതിയാണ് കളി. ആ ഒരു കളിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച്